2023 ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് എക്സിറ്റ് പോകുന്നത്. അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ തിരിച്ച് സൗദി അറേബ്യയ്ക്ക് തന്നെ കയറി വരുമെന്ന്. പക്ഷേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത്. 2024 ഡിസംബറിൽ ഞാൻ തിരിച്ച് സൗദി അറേബ്യയ്ക്ക് കയറി വന്നു. ഇതിൽ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും ഒരു 40 to 45 മിനിറ്റ്സ് അപ്പാർട്ടാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ലുലു മാർട്ട് ഉള്ളത്. നമ്മൾ ലുലു മാർട്ടിൽ ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയാണ് പോരാറ്. കാരണം എൻ്റെ കണ്ണിനെയും മനസ്സിനെയും കൈയിനെയും ഒന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എൻ്റെ കണ്ണിലുടക്കിയതും മനസ്സിന് ഇഷ്ടപ്പെട്ടതും കയ്യിൽ കിട്ടുന്നതൊക്കെ എൻ്റെ ട്രോളിയിൽ നിറയും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ വരുന്നത്. ആദ്യമേ തന്നെ ഞാൻ ഓണം കളക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാനാണ് പോയത്. പക്ഷെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തൃപ്തിയായി നേരെ എൻ്റെ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. സ്വീറ്റ്സിനൊന്നും ഒരു വിലക്കുറവുമില്ല. എല്ലാം കത്തി തന്നെ നിൽക്കുന്നു. പെട്ടികൾ കണ്ടോ, എണ്ണം കൂടിക്കൂടി വരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് പഴംപൊരി കണ്ടു, മുട്ട പപ്സ് കണ്ടു. വിടില്ല ഞാൻ. അങ്ങനെ ട്രോളി ഉന്തിക്കൊണ്ട് വീണ്ടും യാത്ര ആരംഭിച്ചു. അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയി. അങ്ങനെ ഈ ആർത്തി മൂത്ത് ഞാൻ പെറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളിയാണ് കേട്ടോ. ഇത് നമ്മുടെ അവിടെ അത്ര ലഭ്യമല്ല. അതുകൊണ്ട് ഇത് കിട്ടുമ്പം ഞാൻ കുറച്ചധികം വാങ്ങിച്ചു വെക്കും. കാരണം എനിക്ക് ചെറിയുള്ളിയാണ് കൂടുതൽ കറികളിലൊക്കെ ഇടുന്നത് ഇഷ്ടം. പ്രത്യേകിച്ച് അതിനിച്ചിരി ടേസ്റ്റ് കൂടുതലാണല്ലോ. അങ്ങനെ ക്ഷീണിച്ച് നടന്നപ്പോൾ ഫ്രഷ് ജ്യൂസ് ഇരിക്കുന്നത് കണ്ടു. ഈ കളർ കണ്ട് ഇതെടുത്തു. പക്ഷേ സ്ട്രോബെറി എന്ന് വിചാരിച്ച്, പക്ഷേ സ്ട്രോബെറി അല്ല, വായി കൊള്ളാത്ത എന്തോ ഒരു പേരാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അത് തൽക്കാലം അവിടെ വെച്ച് നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് മാംഗോ ജ്യൂസാണ് എടുത്തത്. അങ്ങനെ ഒരു ഹൈദരാബാദ് ബിരിയാണി വാങ്ങിച്ച് ഷോപ്പിംഗ് അവസാനിച്ച് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. ബില്ലിങ്ങിനായിട്ട് സാധനങ്ങളെല്ലാം പെറുക്കി വെച്ചപ്പോഴാണ് ഞാൻ തന്നെ വണ്ടറടിച്ചത്. ഇത്രയധികം സാധനങ്ങൾ ഞാൻ തന്നെ വാങ്ങിച്ചതാണോ എന്ന്. പെറുക്കിയിടുമ്പോൾ അറിയില്ലല്ലോ. അവസാനം ബില്ല് പേ ചെയ്തപ്പോഴാണ് കണ്ണൊക്കെ തള്ളി വന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എനിക്കൊരു നീളത്തിലൊരു സാരിയും തന്നു. ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ സാരിയൊക്കെ കിട്ടുമ്പോൾ ചെറുതായിട്ടൊരു ജ്യൂസൊക്കെ കുടിക്കുന്നത് മനസ്സിനും ശരീരത്തിനൊക്കെ തണുക്കാൻ വളരെ അത്യുത്തമമാണ്. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ ടിൽ നെക്സ്റ്റ് ടൈം.